ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ വീട്ടിലേക്ക് പോരുക. അപ്പോൾ ഇറങ്ങിയപ്പോൾ രേവതിയുടെ കൈകളിൽ പൂമാല കിടപ്പുണ്ട്. അപ്പോൾ സച്ചി ചോദിച്ചു, നീ എന്തിനാ ഈ പൂമാല കയ്യിലിട്ടിരിക്കുന്നത്? പിന്നെ ഇത് വലിച്ചെറിയാൻ പറ്റുമോ? കുറച്ച് ദിവസം ഇത് നമ്മുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് ആരാ പറഞ്ഞത് വലിച്ചെറിഞ്ഞ് കളയാനായിട്ട്? തൽക്കാലം നമ്മുടെ കഴുത്തിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞു. എന്തിനാ അതൊക്കെ? അതിൻ്റെ ആവശ്യം എന്താ സച്ചേട്ടാ? കല്യാണം കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോൾ മാല കഴുത്തിലിടണ്ടേന്ന് ചോദിച്ചു. അന്ന് കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങനെ കയറിയതല്ലേന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് കഴിഞ്ഞതും കല്യാണം തന്നെയാണെന്ന് നീയല്ലേ പറഞ്ഞത്? മാല കഴുത്തിലിട്ടിട്ട് വേണം വീടിനകത്തേക്ക് കയറാൻ, മാലയും കയറാൻ പറഞ്ഞു. ഇന്ന് താ എന്നും പറഞ്ഞ് സച്ചി നിർബന്ധിച്ചത് വാങ്ങിച്ച് കഴുത്തിലിട്ടു. അപ്പോൾ സച്ചിയുടെ ഇതൊക്കെ വേണോ എന്ന് രേവതി ചോദിച്ചപ്പം, പിന്നെ വേണം, നീ കഴുത്തിലിടാൻ പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് രേവതി ഇടാതിരിക്കുമ്പോൾ സച്ചി അത് മേടിച്ച് രേവതിയുടെ കഴുത്തിലിട്ട് കൊടുത്തു. നീ ഇങ്ങ് വരാൻ പറഞ്ഞു. നമ്മളിങ്ങനെ കാണുമ്പോഴേ അച്ഛൻ ഒരുപാട് സന്തോഷമാകും, നിനക്കതറിയാവോ? വാ എന്നും പറഞ്ഞ് രേവതിയും കൂട്ടിക്കൊണ്ട് സച്ചി വീട്ടിലേക്ക് കയറി ചെല്ലുക. അച്ഛൻ വന്ന് നോക്കുമ്പോൾ മക്കൾ രണ്ടുപേരും പൂമാലയൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ആദ്യം കാണുന്നത് കഷ്ടകാലം നമ്മുടെ ചന്ദ്രമതിയാണ്. ഇത് കണ്ട് ചന്ദ്രമതിയുടെ കിളി പറന്നുപോയി. അറ്റാക്ക് വന്നോ എന്നൊരു സംശയം. 2 സെക്കൻഡ് നേരത്തേക്ക് ഇങ്ങനെ നിൽക്കുക. അതായത് രേവതിയും സച്ചിയും കൈയൊക്കെ കോർത്ത് പിടിച്ച് മാലയൊക്കെ കഴുത്തിലിട്ട് ഇങ്ങനെ നിൽക്കുകയല്ലേ. അങ്ങനെ ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോൾ ചന്ദ്രമതിക്ക് ആകെ അന്താളിപ്പം ഉണ്ടായത്. ചന്ദ്രമതി ഇങ്ങനെ വണ്ടറടിച്ച് നിൽക്കുക. അപ്പോൾ അച്ഛൻ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അച്ഛൻ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ കണ്ണുകളോടെ ചന്ദ്രമതിയെ ഇങ്ങനെ നോക്കുക. അപ്പം ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ചന്ദ്രമതി ആണെങ്കിൽ പൊല്ല ഉറുമി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, ഇവരെ കാണാൻ ഇഷ്ടമല്ലാത്തത് കൊണ്ട്. അപ്പോൾ രവിയേട്ടൻ ഫ്രണ്ടിൽ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ചന്ദ്രമതിയും പിന്നാലെ ചെന്നു. അപ്പോൾ അച്ഛൻ ചെന്നിട്ട്, ഇത് എന്താടാ മക്കളെ, ഇത് രണ്ടുപേരും മാലയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്നത്? നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു. കണ്ടോ, നമ്മളിങ്ങനെ കാണുമ്പോൾ അച്ഛന് സന്തോഷമാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് സച്ചി രേവതിയോട് ഇങ്ങനെ പറയുമ്പോൾ, അല്ല എന്തിനാ മാല കഴുത്തിലിട്ടോട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു ചന്ദ്രമതി. കടയിൽ മാല ചിലവാകാത്തത് കൊണ്ട് രണ്ടുപേരും കഴുത്തിലിട്ടതാണോ എന്ന് ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കുക. അപ്പം ഞങ്ങളുടെ കടയിൽ നല്ല കച്ചവടം നടക്കുന്നുണ്ട്. കെട്ടിവെച്ച ഒരു മാല പോലും ഒരിക്കലും വെറുതെ ചുമ കളയാറില്ല. വേണമെങ്കിൽ നിങ്ങൾ ദിവസവും കട വന്നിരിക്കുക, അപ്പം അറിയാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, അയ്യോ നിങ്ങളുടെ കടയിൽ വന്നിരിക്കാനായിട്ടെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ ഇവരെ കളിയാക്കി പറയാം. അപ്പോഴത്തേക്കും എന്തേ വർഷയും ശ്രീകാന്തും ഓടി അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്നു. ഇങ്ങനെ അന്തം വിട്ട് ഇവർ നോക്കി നിൽക്കുക. ഇതെന്താ സംഭവം ഇവർക്ക് മനസ്സിലായില്ല. രണ്ടുപേരെയും അടിപൊടി ഇങ്ങനെ നോക്കുക കേട്ടോ. അല്ല നിങ്ങൾ എന്തിനാ മാലയും കഴുത്തിലിട്ടുകൊണ്ട് വന്നത്? അതാദ്യം പറയാനായിട്ട് ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അച്ഛാ, കല്യാണ ദിവസം ഇങ്ങനെയല്ലേ വീട്ടിലേക്ക് വരിക? കല്യാണ ദിവസമോ? അത് നിങ്ങളുടെ കല്യാണം മുന്നേ കഴിഞ്ഞതല്ലേ എന്ന് ചോദിച്ചു ശ്രീകാന്ത്. എടാ ഇന്നും കല്യാണ ദിവസം തന്നെയാടാ. ആളെ കൺഫ്യൂഷൻ അകത്തൊക്കെ ആരും പറയട്ടാന്ന് പറഞ്ഞു ശ്രീകാന്ത്. അച്ഛാ, താലിമാല വാങ്ങിച്ചു കൊണ്ട് വന്ന് കഴുത്തിലിടാൻ പറഞ്ഞപ്പോൾ ഇപ്പം ഇടുന്നില്ല, എൻ്റെ മനസ്സിൽ വേറെ ഒരു ഐഡിയ ഉണ്ടെന്ന് രേവതി പറഞ്ഞിരുന്നില്ലേന്ന് ചോദിച്ചു. ആ പറഞ്ഞു. ആ ഐഡിയ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുമ്പോൾ, ഓ അങ്ങനെ. പിന്നെ ഇവളെന്നെ ക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ട് പോയി അവിടെ വെച്ച് എൻ്റെ കൈ കൊണ്ട് ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ചന്ദ്രമതി എന്ന് പറഞ്ഞ് നിൽക്കുക. അവിടെ വെച്ച് തിരുമേനിയും ഇവരുടെ അമ്മയും സഹോദരങ്ങളും ചേർന്ന് ഒരു കല്യാണ ചടങ്ങ് പോലെ അതങ്ങ് നടത്തുകയായിരുന്നു അച്ഛാന്ന് പറയുമ്പോൾ, ഓ ഭയങ്കര കലിപ്പാ അമ്മായിമ്മയ്ക്ക്. ഞാൻ താലി കെട്ടുക മാത്രമല്ല കേട്ടോ, ഞങ്ങൾ പരസ്പരം മാലയിടുകയും ചെയ്തച്ചാന്ന് പറഞ്ഞു. വീണ്ടും ഞങ്ങളുടെ കല്യാണം നടന്നച്ചാ എന്ന് പറഞ്ഞപ്പം, ഇന്ന് നല്ല ദിവസമാടാ മോനെ, നന്നായി ഇങ്ങനെ നടത്തിയതെന്നും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരുമായിരുന്നില്ലേ മക്കളെ എന്ന് ചോദിച്ചു. എൻ്റെ അച്ഛൻ അവിടെ ചെന്നതിന് ശേഷം ഞാനും അറിഞ്ഞത് എന്തിനാ ഇവളെന്നെ കൂട്ടിക്കൊണ്ട് പോയതെന്ന്. രവിയേട്ടാ, കല്യാണം ഒരു തവണയല്ലേ നടക്കൂ? ദേ ഇവൻ എന്താ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെ വീണ്ടും വീണ്ടും കല്യാണം കഴിച്ചു വന്ന് നിൽക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്രമതി അന്നേരം ഇവരോട് ചോദിക്കുവാണേ. സച്ചി രേവതി അന്നേരം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. ഇതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, ഞാനെന്താ വേറെ വല്ല പണിനെയാണോ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതെന്ന് സച്ചി ചോദിച്ചു. എൻ്റെ ഭാര്യ തന്നെയല്ലേ ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത്, അല്ലെന്തത്ര തെറ്റിയിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കാം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു തെറ്റുമില്ലാണ് മക്കളെ, നല്ല കാര്യം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തതെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അവർക്കത് മതി, നല്ല വാക്കുകൾ. അപ്പോൾ മോളെ വർഷേ, നീ ചെന്നിട്ട് ആ ആരതി തട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അച്ഛൻ. ആരതി ഒഴിഞ്ഞു വേണം രണ്ടുപേരെയും അകത്തേക്ക് സ്വീകരിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്കളെ അതെങ്ങനെ എടുക്കുക എന്ന് വർഷ അന്നേരം അച്ഛനോട് ചോദിച്ചു. ആരതി എടുക്കുന്ന എനിക്ക് അറിയില്ലേ? അപ്പോൾ ശ്രീകാന്തിന് അറിയാവോ എന്ന് വർഷ ചോദിച്ചു. അങ്കളെ ഞാൻ എടുത്തിട്ട് വരാവേ, അതിലൊരു റെഡ് പൊടി ഇടണ്ടേ, അതെന്താ എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ നോക്കുക. റെഡ് പൗഡർ ആണോ അത് ചില്ലി പൗഡർ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ, എൻ്റെ പൊന്നുമോളെ നീ എടുക്കണ്ട, നീ ഒന്നും ചെയ്യണ്ട, അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. അപ്പം ശരി അങ്കിൾ എന്നും പറഞ്ഞു വർഷം ഇങ്ങനെ അവിടെ നിൽക്കുക. ആ സമയത്ത് ചന്ദ്രേ ചെല്ല, നീ ചെന്ന് അതെടുത്തോണ്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാനോ? നീ തന്നെയാണ് എടുക്കേണ്ടത്, ഇപ്പോൾ എടുക്കാൻ പറഞ്ഞു.
അങ്ങനെ ദേ അച്ഛൻ പറഞ്ഞിട്ടും ചന്ദ്രമതി കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ അവിടെ നിൽക്കാം. വർഷയ്ക്ക് അതിനെപ്പറ്റിയൊന്നും അറിയില്ല. ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ ഇവർ ആദ്യമായിട്ട് കല്യാണം കഴിച്ച് വന്നതാണോ എന്ന് ചന്ദ്രമതി അന്നേരം രവിയേട്ടനോട് ചോദിക്കാം. ഒരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടി ദൃഷ്ടിദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, നീ പോയിട്ട് വരാൻ പറഞ്ഞു. വീട്ടിൽ കയറുമ്പോഴേ ആരതി ഒഴിഞ്ഞിട്ട് വേണം കയറ്റാനായിട്ടാ, നീ ചെല്ല് പോയെടുത്തോണ്ട് വാ എന്ന് പറഞ്ഞ് ചന്ദ്രമതി നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ ചന്ദ്രമതി അവിടെ തന്നെ വീണ്ടും നിൽക്കുന്നു. എടുത്തിട്ട് വരാനോ നിന്നോട് പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് 2 ഒച്ചയെടുക്കൽ. ചന്ദ്രമതി പോകാൻ ഇപ്പം അറിയാം. അങ്ങനെ പോയി. അപ്പോഴേക്കും ദേ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും മാലയൊക്കെ ഇട്ട് നിൽക്കുകയല്ലേ. ഇതെന്താ ഇവർ മാലയൊക്കെ ഇട്ട് നിൽക്കുന്നേ? ഇവരുടെ കല്യാണം കഴിഞ്ഞെന്നോ? അതിന് ഇവർ മുന്നേ കല്യാണം കഴിച്ചല്ലേ എന്ന് ശ്രുതി അന്നേരം ചോദിച്ചു. ഇത് എന്തൊക്കെ ഈ വീട്ടിൽ നടക്കണാവോ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ എടാ സച്ചി വാങ്ങിച്ച താലി ക്ഷേത്രത്തിൽ വെച്ച് രേവതിയുടെ കഴുത്തിൽ കെട്ടി, അതാ സംഭവം. അപ്പോഴേക്ക് ശ്രീകാന്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ചന്ദ്രേ പെട്ടെന്ന് എടുത്തിട്ട് വാ, അപ്പോൾ താ വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓരോ നീട്ടിയൊരു വിളിയും പറച്ചിലും ഒക്കെ. എന്നിട്ട് പിന്നെ ചന്ദ്രമതി ഇങ്ങനെ കൊണ്ടുവന്ന് ആരതി ഇവരുടെ മുന്നിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ശ്രുതി മോളെ ദേ നീ വേണം ആരതി എടുക്കാനെന്ന് പറഞ്ഞു കൊടുക്കുമ്പം ആൻറ്റി തന്നെ എടുത്താൽ മതി, ആൻറ്റിയല്ലേ ഇവിടുത്തെ മുതിർന്നയാള് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി കഴുകൂ. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് ദഹിക്കുന്നില്ല. ചന്ദ്രമതി ഇങ്ങനെ കലിപ്പിച്ച് നിൽക്കുക കേട്ടോ. ഇവർ ആരതി ഒഴിയാൻ ചന്ദ്രമതിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഒഴിയാൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ പറഞ്ഞു. കരിപ്പോട് കൂടിയാണെങ്കിലും ചന്ദ്രമതി ആരതി ഒഴിഞ്ഞു. അപ്പോൾ സച്ചിയെ മാത്രം ആരതി ഒഴിയുക നമ്മുടെ ചന്ദ്രമതി. സച്ചി എന്ത് ചെയ്തു? രേവതിയെ വലിച്ചിങ്ങ് അടുപ്പിച്ചങ്ങ് നിർത്തി. ചന്ദ്രമതിക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടേ, മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്. അച്ഛൻ ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ 2 പേരും കൂടെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ സച്ചിയുടെ വിടുന്നും പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രമതിക്കിട്ടൊരു പണി കൊടുത്താൽ നമ്മുടെ സച്ചി. അങ്ങനെ ആരതി ഒഴിയുന്ന ആ ഒരു ഇതെല്ലാം കഴിഞ്ഞ് അതിനുശേഷം അവരോട് 2 പേരോടും വീടിനകത്തേക്ക് കയറാൻ പറഞ്ഞു അച്ഛൻ. അങ്ങനെ അവർ 2 പേരും വീട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ രേവതി വലതുകാല് വെച്ച് കയറാൻ പറഞ്ഞു. അങ്ങനെ രേവതിയെ കൊണ്ട് വലതുകാല് വെച്ച് അകത്തേക്ക് കയറ്റിക്കുവാണ് നമ്മുടെ സച്ചി. അപ്പം നിനക്ക് നേരത്തെ ഇങ്ങനത്തെ വിശ്വാസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ സച്ചി, ഇപ്പം എന്ത് പറ്റിയെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ജീവിതമല്ലേ അച്ഛാ ഓരോ വിശ്വാസങ്ങളിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഇതൊക്കെ ഒരു വിശ്വാസമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. മക്കൾ നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തുന്നു. ആ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് കൺഗ്രാറ്റ്സ് പറഞ്ഞു. ഏട്ടനോടും കൺഗ്രാറ്റ്സ് ഒക്കെ പറയുവാണ്. ഈ സമയത്ത് എടാ അവനൊരു കോമഡി കാണിച്ചപ്പോൾ നീ എന്തിനാടാ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കൈ കൊടുക്കുന്നതെന്ന് ശ്രുതി ചോദിക്കാം. ഒരാൾ എത്ര തവണയാണ് കല്യാണച്ചക്കനായിട്ട് വേഷം കിട്ടുന്നതെന്ന് ഇങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ എത്ര തവണ വേഷം കിട്ടിയാലും പ്രശ്നമല്ല, എന്നാൽ ഒരാളെ വിശ്വസിച്ച് കല്യാണ പന്തലിലെത്തിയ പെണ്ണിനെ ചതിക്കാൻ കൂട്ടാക്കരുത്. അപ്പോഴത്തേക്കും വായടഞ്ഞു. എങ്ങനെ ചതിക്കരുതെന്ന് ശ്രുതിക്കും അത് കൊണ്ടു. അവളുടെ കഴുത്തിലെ താലി കെട്ടുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ സച്ചി ഇവനിട്ട് പറയാം. അല്ലാണ്ട് നിന്നെ പോലെ ഓടിപ്പോവാൻ ശ്രമിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പം കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നിനക്ക് സമാധാനം ആയില്ലേ എന്ന് അച്ഛൻ അന്നേരം മോനോട് ചോദിച്ചു. എന്നും പറഞ്ഞു മോൻ ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പം മോളെ രേവതി ഇതായിരുന്നല്ലേ മോളുടെ ഐഡിയ എന്ന് ചോദിക്കുമ്പം ചിരിക്കുക രേവതി. ഇദ്ദേഹം എൻ്റെ കഴുത്തിൽ കെട്ടിയ താലി എനിക്ക് ഊരിക്കൊടുക്കേണ്ടി വന്നെന്നും പിന്നെ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു അച്ഛാ മനസ്സിൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചത്. കെട്ടിയ താലി ഊരേണ്ടി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ വെച്ച് വീണ്ടും താലി ഞാൻ കെട്ടിച്ചതെന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോൾ അച്ഛാ അന്ന് നടന്നതല്ല, ഇന്ന് നടന്നതാണ് ശരിക്കും ഞങ്ങളുടെ കല്യാണം എന്ന് തോന്നുന്നു. രേവതി ഈ ഡേറ്റ് നീ കുറിച്ചിടണം കേട്ടോ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ ഇന്നാണത്ര ശരിക്കും കല്യാണം കഴിച്ചത്, അപ്പം അന്ന് നടന്നത് ബൊമ്മ കല്യാണമായിരുന്നോ എന്ന് ചന്ദ്രമതി കയറി വന്ന് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാലേ അത് തന്നെയാണ് സത്യം അച്ഛാ. ദേ അന്ന് ഞങ്ങൾ 2 പേരെയും നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുകയായിരുന്നില്ലേ എന്ന് സച്ചി ചോദിച്ചു. അപ്പം ഇത്രയും കാലം നിങ്ങൾ 2 പേരും ലിവിങ് ടുഗദർ ആയിരുന്നോ എന്ന് ശ്രുതി ചോദിച്ചപ്പോൾ അച്ഛാ അവൻ പറഞ്ഞത് അച്ഛൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു. എടാ കല്യാണത്തിന് മുൻപ് നീ കുറച്ച് നാൾ നീ ഒരു പെണ്ണിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങിയായിരുന്നല്ലോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ശ്രുതിയെ നോക്കുക. പണി കിട്ടി ചോദിച്ച് മേടിച്ചു. ചന്ദ്രമതി എന്തിനും അന്തം വിട്ട് നിൽക്കുക. അതുപോലെയാണോ ഞങ്ങൾ ഇത്രയും കാലം കഴിഞ്ഞതെന്നല്ലേ നീ ചോദിച്ചതെന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുക കേട്ടോ. ഒന്നും മിണ്ടുന്നില്ല, തലയും കുനിച്ച് ഇങ്ങനെ നിൽക്കുക ശ്രുതി. എടാ നിന്നെ പോലെയാണ് എല്ലാവരും നീ കരുതിയോടാ, അതാണോ നിൻ്റെ മനസ്സിലിരിപ്പെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതി മിണ്ടാതിരിക്കാൻ ശ്രുതി അന്നേരം ശ്രുതിയോട് പറയുന്നു. അച്ഛാ പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയ ചില ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ അച്ഛാ, വിളക്കൊക്കെ കത്തിക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ വേണം എല്ലാവരും നമുക്ക് കത്തിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മക്കളെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ചന്ദ്രമതി മാറി നിൽക്കുന്നു. ചന്ദ്ര നിന്നോട് വരാനല്ലേ പറഞ്ഞത്, വാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ പിടിച്ചു വച്ച് അച്ഛൻ കൊണ്ടുപോകുന്നു. ശ്രുതിയും പിന്നാലെ പോയി. ശ്രുതി പോകാൻ തുടങ്ങിയപ്പം ദേ ഭാര്യ എങ്ങാനും വിട്ടു പോകുമെന്നുള്ളൊരു പേടിയുണ്ട് ആ കുടിയന്. ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ആ കുടിയനൊരു നാടകം കളിച്ചതാണെന്ന് വർഷ പറയാം.
പാവം രേവതി ചേച്ചി അത് വിശ്വസിച്ച് നിന്ന് കൊടുത്തെന്ന് പറഞ്ഞപ്പം രേവതിയുടെ ഐഡിയ ആണെന്നല്ലേ പറഞ്ഞത്. രേവതി നല്ല സന്തോഷത്തിലുമാണല്ലോ. അതൊക്കെ ചുമ്മാ പറയുന്നതാന്നേ. ഇത് കുടിയൻ്റെ ഐഡിയ തന്നെയാണെന്ന് വർഷ. അദ്ദേഹത്തെ പേടിച്ച് രേവതി ചേച്ചി സന്തോഷം അഭിനയിക്കുന്നതാ പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ പറഞ്ഞു. നീ വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇവളെയും വിളിച്ചുകൊണ്ട് പോകുക കേട്ടോ. അവിടെ ചെന്നു പൂജാമുറിയിൽ നമ്മുടെ രേവതി വിളക്ക് കൊളുത്തി എല്ലാവരും നിൽക്കുന്നു. സച്ചി പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ട് നീ എന്താണ് തൊഴാതെ നിൽക്കുന്നതെന്ന് അച്ഛൻ അന്നേരം സച്ചിയോട് ചോദിച്ചു. സച്ചി രേവതിയുടെ കൂടെ കയറിപ്പോയി. അത് ഞാൻ രേവതിക്ക് വേണ്ടി പറഞ്ഞല്ലേ അച്ഛൻ എന്നാൽ സച്ചി. അതെ, എനിക്ക് വേണ്ടി തൊഴുത് പ്രാർത്ഥിക്കാനായിട്ട് രേവതി പറയുമ്പം സച്ചി അതും ചെയ്തു. അങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച് രണ്ടുപേരും പൂജാമുറിയിൽ നിന്ന് ഭഗവാന്റെ മുന്നിൽ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അതിനുശേഷം കുറച്ച് പൂവ് എടുത്തുകൊണ്ട് വന്നിട്ട് അച്ഛനും അമ്മയും ഞങ്ങൾ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു കയ്യിലേക്ക് കൊടുത്തു. അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പോൾ ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വിളിക്കുക. രേവതി മോള് പറഞ്ഞത് നീ കേട്ടില്ലേ, നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി ചന്ദ്രമതി ഇങ്ങനെ വിളിക്കുക, രേവതിയൊക്കെ അനുഗ്രഹിക്കാം. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുക എന്തിനാ ഇതൊക്കെ, ഇവർ രണ്ടുപേരും കുറച്ച് ഓവർ ആവുന്നുണ്ട് കേട്ടോ എന്ന്. ചന്ദ്രേ, അന്ന് കല്യാണം നടക്കുമ്പോഴേ രണ്ടുപേരുടെയും മനസ്സ് ഒന്നായിരുന്നില്ല. അത് തനിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. രണ്ടുപേരും മനസ്സ് ഒന്നാക്കി കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒന്നിച്ച് ചെയ്യണമെന്ന് തോന്നി അവർ ചെയ്തു. അപ്പോൾ നമ്മുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണമെന്നും പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ ചന്ദ്രമതിയോട് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ പൂവൊക്കെ കൊടുത്തു. അങ്ങനെ പൂവിട്ടിട്ട് അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിക്കുക രണ്ടുപേരും പറഞ്ഞിട്ട് ചന്ദ്രമതി അനുഗ്രഹിക്കുന്നു. അച്ഛൻ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മുടെ രേവതിയുടെ തലയിൽ വീണിരിക്കുന്ന പൂവൊക്കെ സച്ചി ഇങ്ങനെ തട്ടിക്കളയാ. ഇതൊക്കെ കാണുമ്പോൾ ചന്ദ്രമതിക്ക് സഹിക്കണില്ലേ, ശ്രുതിക്കും സഹിക്കണില്ലേ. പിന്നെ നമ്മുടെ സച്ചിയുടെ തലയിൽ വീണിരിക്കുന്ന പൂ എടുത്ത് നമ്മുടെ രേവതി കളയുന്നു. അങ്ങനെ പരസ്പര ഐക്യം, പരസ്പരമുള്ള സ്നേഹം ഇതൊക്കെ കണ്ടിട്ടാണ് കുശുമ്പ് ഇവർക്ക്. മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടപ്പെടാതിരുന്ന നിങ്ങളെ ഞാനാ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചതെന്ന കാര്യം അച്ഛൻ അന്നേരം ആ ഒരു സമയത്ത് ഇവരോട് പറയൂ കേട്ടോ. നിങ്ങളുടെ ജീവിതം എന്താകും എന്നുള്ളൊരു പേടി അന്നേരം എൻ്റെ ഉണ്ടായിരുന്നു എന്നും അന്ന് എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ രവിയേട്ടൻ ഇങ്ങനെ പറയുന്നു. ഇന്നിപ്പം നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. ഇതിൽ പരം എനിക്ക് വേറെ എന്താ വേണ്ടത്. അച്ഛന് ഒരുപാട് സന്തോഷമായി മക്കളെ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആദ്യമൊക്കെ എനിക്ക് കല്യാണം കഴിക്കേണ്ടെന്ന് തോന്നിയിരുന്നു അച്ഛാ, പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് സച്ചി അച്ഛനോട് പറയാം. അന്ന് നടന്നതേ നല്ല കാര്യം തന്നെയാണെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. അച്ഛനെടുത്ത തീരുമാനം 100% നല്ലതായിരുന്നു എന്ന് പിന്നീട് അച്ഛൻ എനിക്ക് മനസ്സിലായതെന്നും സച്ചി ഇങ്ങനെ പറഞ്ഞു. അന്ന് അച്ഛൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടണമെന്ന് പറഞ്ഞു, ഞാൻ കെട്ടി. എന്നാൽ അത്രേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ബന്ധത്തിൻ്റെ ഒരിത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല അച്ഛാ. അപ്പം ഞാനും അങ്ങനെ തന്നെയായിരുന്നു എന്ന് രേവതി. അമ്മ മണ്ഡപത്തിൽ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രേവതിയും പറയാം. അങ്ങനെ ഇവർ പറയുന്നൊന്നും ചന്ദ്രമതിക്ക് അങ്ങ് ദഹിക്കുന്നില്ല കേട്ടോ. അന്ന് താലി കെട്ടുമ്പോൾ ഞാൻ ഇവളുടെ മുഖത്തോ ഇവൾ എൻ്റെ മുഖത്തോ നോക്കിയിരുന്നില്ല എന്നുള്ള കാര്യങ്ങളും സച്ചി ഇങ്ങനെ അച്ഛനോടും എല്ലാവരോടും പറയണം. അപ്പോൾ പിന്നെ ഇവരുടെ ആ ഒരു മനസ്സിൻ്റെ ഇഷ്ടമില്ലായ്മയൊക്കെ അങ്ങനെ ആ ഒരു ഇതൊക്കെ പറയുക. അപ്പം അന്നും ഈ വീട്ടിലേക്ക് വന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഈ വീട്ടിൽ ശ്വാസം മുട്ടിയാൽ കഴിഞ്ഞിരുന്നേ. അന്ന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം അത് അച്ഛനാണെന്നുള്ള കാര്യം നമ്മുടെ രേവതി അങ്ങ് പറഞ്ഞു കേട്ടോ. പിന്നീട് സച്ചിയേട്ടനുമാണെന്നും രേവതി പറയുമ്പോൾ അച്ഛന് സന്തോഷമായി. എന്നും പറഞ്ഞ് നിൽക്കുക ചന്ദ്രമതി. ഇന്ന് ഞങ്ങൾ കണ്ണുകളിൽ നോക്കി അച്ഛാ താലി കെട്ടിയത്. പിന്നെ പരസ്പരം ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതിൻ്റെ ആ ഒരു സുഖം ഞാൻ ഇന്ന് അച്ഛ അറിഞ്ഞത്. അതൊക്കെ നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് നിൽക്കുക ചന്ദ്രമതിയെ. ഈ സമയം മനസ്സിലപ്പോൾ ഇവളോട് എന്താ അതിന് പറയുക എന്ന് പോലും എനിക്കറിയില്ല, കിട്ടുന്നില്ല. എന്താ പറയുക എന്നൊക്കെ സച്ചി ചോദിക്കുമ്പം അതെ ലവ് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ലവ് എന്നും പറയാം. അതാണോ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകയാണ്. ഒരു പ്രത്യേക അനുഭവമായിരുന്നു അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു. മതി രണ്ടുപേരും ചേർന്ന് നിന്നേ എന്നും പറഞ്ഞ് രണ്ടുപേരെയും ചേർത്ത് നിർത്തി അച്ഛൻ. അപ്പോഴേക്കും സച്ചിയുടെ മുഖത്ത് ഭയങ്കര നാണം. നീ എന്തിനാണ് ഇങ്ങനെ നാണിക്കുന്നത്, ഇതൊക്കെ നീ അച്ഛനോടും അമ്മയോടും അല്ലേ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാ, അപ്പം എൻ്റെ ജീവിതം എന്താകുമെന്നുള്ള പേടിയോടെ അച്ഛാ ഞാൻ ഇവിടേക്ക് വന്നതെന്ന് രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നിൽക്കുന്ന ഇതും കേൾക്കണമല്ലോ എന്ന്. സച്ചേട്ടനെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ പേടിക്കണ്ട എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് രേവതി ഇങ്ങനെ പറഞ്ഞു. വൈകിയ ഞാൻ സച്ചേട്ടൻ്റെ സ്നേഹവും കരുതലും ഒക്കെ തിരിച്ചറിഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതിയുടെ മുന്നിൽ വെച്ച് രേവതി പറയുമ്പോൾ എന്നും പറഞ്ഞ് ഭയങ്കര ഇറിറ്റേഷനായിട്ട് നിൽക്കുക ചന്ദ്രമതി. ഭയന്ന് ഇവിടേക്ക് വന്ന ഞാൻ
ഇപ്പോൾ ഭയങ്കര സന്തോഷവതിയാണ്, അത്രമാത്രം സന്തോഷത്തിലാണെന്നൊക്കെ രേവതി ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ സച്ചിയെ പറ്റിയൊക്കെ രേവതി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അച്ഛൻ മക്കൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞു. അച്ഛൻ കല്യാണം ഇന്ന് കഴിഞ്ഞ സ്ഥിതിക്ക് ഇന്ന് രാത്രി ഞങ്ങളുടെ ശാന്തി മുഹൂർത്തമാണല്ലോ എന്ന് നമ്മുടെ സച്ചി. അപ്പം മണിയറയൊക്കെ ഒരുക്കിടുമല്ലേ അച്ഛാ എന്ന് സച്ചി ചോദിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക ചന്ദ്രമതിയും ശ്രുതിയും. സച്ചേട്ടൻ്റെ ഒരു കാര്യം ഒന്ന് വന്നേ വരാനെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി വിളിച്ചുകൊണ്ട് പോകുക സച്ചിയെ. രവിയേട്ടനും അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അയ്യേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിൽക്കുന്നു. ശ്രുതി അന്നേരം ചന്ദ്രമതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആൻറ്റി ഇതൊക്കെ കുറച്ച് ഓവറല്ലേ എന്ന് ചോദിച്ചു. അതെ അമ്മേ എന്ന് പറഞ്ഞു ശ്രുതി. ഇതൊക്കെ കണ്ട് നിൽക്കേണ്ടി വരുന്നല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി പറയുവാണ്. എല്ലാ രേവതിയുടെ ഐഡിയ അരപ്പവൻ്റെ താലി വാങ്ങിയതിനാ ഈ ആട്ടം കിടന്ന് കാണിച്ച് കൂട്ടുന്നത്. ശ്രുതി നീ വിട്ടുകൊടുക്കരുത്, നിന്റെ അച്ഛൻ വിചാരിച്ച 1 കിലോ സ്വർണ്ണം നിനക്ക് വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുക കേട്ടോ. ഈ ശ്രുതിയുടെ ചിരി കാണണം. ശ്രുതി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കേണ്ട കാര്യം നീ നിന്റെ ഇളയച്ചനുമായിട്ട് സംസാരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്രുതി അല്ലാതെ നിൽക്കോ, സംസാരിച്ചോ ഇല്ലേ അത് പറ. സംസാരിച്ചിരുന്നു ആൻറ്റി. അത് പിന്നെ ഇളയച്ചൻ അച്ഛനോട് എന്നോട് പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ചന്ദ്രമതി സ്വപ്നം കാണുവാണ് കിലോ കണക്കിന് സ്വർണ്ണമായിട്ട് വരുന്നത് അച്ഛനെ. അപ്പോൾ നിൻ്റെ അച്ഛൻ സ്വർണ്ണമൊക്കെ ആയിട്ട് വരുമല്ലേ? അദ്ദേഹം വരട്ടെ, നമ്മൾ ആരാണെന്ന് ആ പൂക്കാരിക്ക് അപ്പം മനസ്സിലായിക്കോളൂ എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്നു. എൻ്റെ ഈശ്വര, ഈ തള്ള എന്തു വന്നാൽ ഈ സ്വർണ്ണത്തേലാണല്ലോ കയറി പിടിക്കുന്നത്, ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ശ്രുതി നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്.